3 രീതിയിലാണ് അപ്സെല്ല് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, സെൽ മോർ ഓഫ് ദ സെയിം തിങ്. അതേ സാധനം തന്നെ കൂടുതൽ സെല്ല് ചെയ്യുക. സെൽ മോർ സെയിം തിങ്, സെയിം സാധനം കൂടുതൽ വിൽക്കുക. അതാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ, സാർ ഫ്രഞ്ച് ഫ്രൈ, പോപ്കോൺ, സ്മോൾ, മീഡിയം, ലാർജ്, 150, 220, 240, ഏത് വേണം സാർ? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ സേ മീഡിയം, ഫ്യൂ വിൽ സേ ലാർജ്. വളരെ കുറച്ച് പേര്, അല്ലെങ്കിൽ നൺ ഓഫ് ദം വിൽ സേ സ്മോൾ. നമ്മൾ ഒറ്റയ്ക്കെങ്ങാണോ ആണെങ്കിൽ മാത്രം നമ്മൾ സ്മോൾ പറയും, അല്ലെങ്കിൽ എപ്പോഴും മീഡിയം അല്ലെങ്കിൽ ലാർജ്. കറക്റ്റ്? സോ ഇമ്മീഡിയറ്റ്ലി അപ്സെല്ല് ചെയ്യുന്നത് മോർ ഓഫ് ദ സെയിം തിങ്. അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലം സോൾവർ. ഇത് മേടിക്കുന്ന ഒരാൾക്ക് അടുത്ത പ്രോബ്ലം എന്താണോ ഉണ്ടാകാൻ സാധ്യത അത് വിൽക്കുക. അതാണ് അപ്സെല്ലിംഗ് സ്ട്രാറ്റജി നമ്പർ 2. ഇത് വാങ്ങിച്ച ഒരാൾക്ക് അടുത്തത് എന്താണ്? ഫേസ് ക്രീം മേടിച്ചു, ഓക്കെ, അല്ലെങ്കിൽ മേക്കപ്പ് കിറ്റ് മേടിക്കുന്ന ഒരാൾക്ക് എന്ത് കൊടുക്കണം? മേക്കപ്പ് റിമൂവൽ സാധനം കൂടെ കൊടുക്കണം, വേണ്ടേ? കാരണം അവരുടെ ഏറ്റവും, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇന്ന് രാത്രി ഇത് തേച്ചൊരച്ച് കളയണം, ഒരു പണിയാ. അപ്പൊ ഈ സാധനം തരുന്ന കൂട്ടത്തിൽ എന്ത് വേണം? അതുകൂടെ തന്നേക്കണം. മൂന്നാമത്തതാണ് ഈ സെയിം സാധനം തന്നെ സ്പീഡ്. സാറേ ഈ ആഴ്ച തന്നെ വേണമെങ്കിൽ, ഇന്ന് തന്നെ വേണമെങ്കിൽ, സെയിം ഡേ ഡെലിവറി ആണെങ്കിൽ ഇത്രയാവും. ഇപ്പൊ ആമസോൺ ഇറക്കിയിട്ടുണ്ട് എന്ത്? 20 minutes ഡെലിവറി. ഇവിടെ ഉണ്ടോ? സെയിം ഡേ 20 minutes. ഇപ്പം ദുബൈയിലുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത് 20 മിനിറ്റിനുള്ളിൽ സാധനം വീട്ടിലെത്തി. 20 മിനിറ്റ്, 3 ഇരട്ടി കൂട്ടി. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ദുബൈയിൽ ആളുകൾ സാധനം മേടിക്കുന്ന ആമസോൺ നൗ. ഒന്ന്, സ്പീഡ് ആൻഡ് സർട്ടനിറ്റി, ഉറപ്പ്. സ്പീഡ് ആൻഡ് സർട്ടനിറ്റി അപ്ഗ്രേഡ് ചെയ്യുക. ഇങ്ങനെയാണ് അപ്സെല് ചെയ്യുന്നത്. ഒന്നെങ്കിൽ സെയിം സാധനം, സ്മോൾ, മീഡിയം, ലാർജ്. അതല്ലെങ്കിൽ നെക്സ്റ്റ് അപ്കമിങ് പ്രോബ്ലം, അത് വിൽക്കുക. അതുമല്ലെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ സർട്ടനിറ്റി കൂട്ടിച്ചേർത്ത് വിൽക്കുക. വണ്ടിയുണ്ട്, വണ്ടി തരാം, പക്ഷേ 6 മാസം വെയിറ്റ് ചെയ്യണം. അതല്ല, ഈ മാസം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയാവും. പ്രീമിയം ഡോണ്ട് വാണ്ട് ടു വെയിറ്റ്, ദേ വാണ്ട് ദ സൊല്യൂഷൻ നൗ. ഇവിടെ നോക്കിക്കേ, സെയിം ഔട്ട്കം, ബട്ട് നമ്മുടെ റവന്യൂ കൂടി, ലാഭം കൂടി. ഇതിലേതെടുത്താലും നമ്മുടെ ഹോട്ട് കസ്റ്റമറാണ് മേടിക്കുന്നത്. ഒരു മാർക്കറ്റിംഗ് ചാർജും എക്സ്ട്രാ വരുന്നില്ല, ഒരു റെന്റും എക്സ്ട്രാ വരുന്നില്ല, ഒരു കോസ്റ്റും എക്സ്ട്രാ വരുന്നില്ല. കാരണം എക്സിസ്റ്റിംഗ് കടയിൽ നിൽക്കുന്നവനെ കൊണ്ടാണ് ഇത് മേടിപ്പിക്കുന്നത്. എക്സ്ട്രാ വരുന്നതിന്റെ പേരാണ് കോക്ക, കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ. ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെലവാക്കേണ്ടി വരുന്ന പൈസ, മാർക്കറ്റിംഗ് കോസ്റ്റ് പ്ലസ് സെയിൽസ് കോസ്റ്റ്, അത് വേണ്ടി വരുന്നില്ല ഈ കാര്യത്തിന്. സോ പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് നമ്പർ 5, അപ്സെൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പർച്ചേസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ സെയിം സാധനം കൂടുതൽ വയ്ക്കാം, അല്ലെങ്കിൽ അടുത്ത പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി, സർട്ടനിറ്റി കൂട്ടി, സെയിം സാധനം കൊടുത്തുകൊണ്ട് റേറ്റ് കൂട്ടാം. തിങ്ക് 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 തിങ്ക്